Good morning all. Welcome to Miss Ball Learning. So ഇന്ന് നമ്മൾ തേർഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മൈക്രോ എക്കണോമിക്സിലെ തേർഡ് ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ടൈറ്റിൽ ഓഫ് ദി ചാപ്റ്റർ ഈസ് പ്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പ്രൊഡക്ഷൻ എന്നുള്ളൊരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ്സുകളാണ് ഈ ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്കറിയാം എക്കണോമിക്സിലെ മെയിൻ ആയിട്ടുള്ള ഏജൻസ് എന്ന് പറയുന്നത് വൺ ഈസ് കൺസ്യൂമർ. മെയിൻ എക്കണോമിക് ഏജൻസ് എന്ന് പറയുന്നത് എപ്പോഴും കൺസ്യൂമേഴ്സിനെയും പ്രൊഡ്യൂസേഴ്സിനെയുമാണ് മെയിൻ ആയിട്ടുള്ള എക്കണോമിക് ഏജൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഏത് ആസ്പെക്റ്റ് എടുത്ത് നോക്കിയാലും ഓരോ ഇൻഡിവിജ്വൽ വിൽ ബി ഐദർ എ കൺസ്യൂമർ ഓർ എ പ്രൊഡ്യൂസർ അല്ലേ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ എന്താണ് കൺസ്യൂമർ റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സും കൺസ്യൂമർ റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസുമാണ് കവർ ചെയ്തത്. സോ ഈ നെക്സ്റ്റ് ചാപ്റ്റർ, അതായത് ഈ തേർഡ് ചാപ്റ്ററിൽ നമ്മൾ കവർ ചെയ്യുന്നത് എന്താണ് പ്രൊഡ്യൂസേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ്, അതേപോലെ തന്നെ പ്രൊഡ്യൂസറുടെ ഇക്വിലിബ്രിയം, അങ്ങനത്തെ എന്താ പറയുക പ്രൊഡക്ഷൻ ആസ്പെക്ട്സിലെ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. സോ നമ്മൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൊഡക്ഷൻ എന്താന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് പ്രൊഡക്ഷൻ? അതായത് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻപുട്സിനെ ഔട്ട്പുട്ടായിട്ട് എന്താ പറയുക ട്രാൻസ്ഫോം ചെയ്യുന്നതിനെയാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇക്കോണമിയിൽ അവൈലബിൾ ആയിട്ട് കുറേ മെറ്റീരിയൽസ് അല്ലെങ്കിൽ കുറേ ഐറ്റംസ് ഇൻപുട്ടായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇൻപുട്ടിനെ നമ്മൾ ഫിസിക്കലി ട്രാൻസ്ഫോം ചെയ്യുകയാണ്. ഓക്കെ, ഫിസിക്കലി വി ആർ ട്രാൻസ്ഫോമിങ് ഇൻപുട്സ് ഇൻ ടു ഔട്ട്പുട്ട്. അതിനെയാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻപുട്ട് എന്ന് പറയുമ്പോഴേക്കും മേ ബി റോ മെറ്റീരിയൽസ് ആണ്. ഇൻപുട്ട് യൂഷ്വലി റോ മെറ്റീരിയൽസ് ആണ്. ഓക്കെ, അപ്പോൾ ആ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ഈസ് ട്രാൻസ്ഫോമിങ് ഇൻ ടു ആൻ ഔട്ട്പുട്ട്. ഓക്കെ, അതിനെയാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു പ്രൊഡക്ഷൻ പ്രോസസ് ഈസ് യൂഷ്വലി ഡൺ ഇൻ ഫോംസ്. ഓക്കെ, അതായത് പ്രൊഡക്ഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ബൈ പ്രൊഡ്യൂസേഴ്സ് ഓർ ഫോംസ് ആണ് ഈ ഒരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ടേക്ക് ഓവർ ചെയ്യുന്നത്. Okay, but basically production means the physical transformation of inputs into output. അതായത് ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആണ് അവിടെ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഇതായത് നമുക്ക് എന്താ പറയുക ഫീൽ ചെയ്ത് അല്ലെങ്കിൽ ടച്ച് ചെയ്ത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. സംതിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ട്രാൻസ്ഫോം ആവുകയാണ് ഒരു റോ മെറ്റീരിയലിൽ നിന്ന് വേറൊരു പ്രോഡക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ വേറൊരു ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുകയാണ്. ഓക്കെ, അതിനെയാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ ഫേംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പ്രൊഡക്ഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ബൈ പ്രൊഡ്യൂസേഴ്സ് ഓർ ഫേംസ് എന്ന് പറഞ്ഞു. ഫേംസ് എന്ന് പറഞ്ഞാൽ എന്താണ് an economic unit that produces goods or provides services is called firms. ഓക്കെ, ഒരു എക്കണോമിക് യൂണിറ്റ് ആണ് വിച്ച് പ്രൊവൈഡ്സ് ഗുഡ്സ് ആവാം അതല്ലെങ്കിൽ സർവീസസ് ആവാം. അങ്ങനെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു എക്കണോമിക് യൂണിറ്റിനെയാണ് നമ്മൾ ഫേംസ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ട് നെയിം ചെയ്യുന്നത്. Okay, the next important term is inputs. Okay, inputs എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ different factors that we are using in production. നമ്മൾ പറഞ്ഞു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്സ് ഇൻ ടു ഔട്ട്പുട്ട് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടി എന്തൊക്കെയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഇൻപുട്സ് എന്ന് പറയുന്നത്. അതല്ലാന്നാണെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ നെയിം ചെയ്യും. ഓക്കെ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കണ്ടായിരുന്നു. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും അതേപോലെ അതിൻ്റെ ഫാക്ടർ റിവാർഡ്സ് എന്താണെന്നുള്ളതും ഇല്ലേ. അതായത് നമ്മൾക്ക് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്താണ് നമുക്ക് കുറച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേണം. ഓക്കെ, അതായത് നമുക്ക് ഒരു ലേബർ ഇല്ലാണ്ട് നമുക്കൊരു കൊമോഡിറ്റി അല്ലെങ്കിൽ ഒരു ഗുഡും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ലേബർ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ടെക്നിക്സ് ടേക്ക് ഓവർ ചെയ്യാനായിട്ട് ലേബർ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. അതേപോലെ തന്നെ നമുക്ക് മെഷീൻസ് വേണം. ഓക്കെ, ചിലതിന് മെഷീൻസ് വേണ്ട, ചിലത് ലേബർ ഓറിയൻറ്റഡ് ആയിരിക്കാം. ബട്ട് ഫോർ സം ഗുഡ്സ് വി നീഡ് മെഷീൻസ്. അതേപോലെ തന്നെ റോ മെറ്റീരിയൽസ് ആണ് ഫൈനലി ഒരു ഔട്ട്പുട്ടായിട്ട് ട്രാൻസ്ഫോം ആവുന്നത്. ഓക്കെ, റോ മെറ്റീരിയൽസ് വേണം, മെഷീൻസ് വേണം, ലാൻഡ് വേണം, അപ്പോൾ ഇങ്ങനത്തെ ലേബർ വേണം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇൻപുട്സ് എന്ന് പറയുന്നത്. അതായത് ഇനീഷ്യലി ഈ കാര്യങ്ങളുടെ ഹെൽപ്പോട് കൂടിയാണ് വി ആർ പ്രൊഡ്യൂസിങ് എ ഗുഡ് അല്ലെങ്കിൽ വി ആർ ക്രിയേറ്റിംഗ് എ സർവീസസ്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് ഇൻപുട്സ് എന്ന് പറയുന്നത്.
അതായത് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ ആർ കോൾഡ് ഇൻപുട്സ് ഓർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. Now next one നമുക്ക് ഇൻപുട്സിൽ നിന്ന് എന്ത് കിട്ടുന്നു? വി ആർ ഗെറ്റിംഗ് ആൻ ഔട്ട്പുട്ട്. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇൻപുട്ട് വെച്ച് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ഇൻപുട്ട് വെച്ച് നമ്മൾ എന്താ പറയുക ക്രിയേറ്റ് ചെയ്യുന്ന ഫൈനൽ ഔട്ട്കമ്മിനെയാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ്. ഓക്കെ, അതിനെയാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഔട്ട്പുട്ട് ക്യാൻ ബി കൺസ്യൂംഡ് ബൈ കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ എന്താ പറയുക ദോസ് ഹു നീഡ് ദറ്റ് കമോഡിറ്റി അല്ലെങ്കിൽ ദോസ് ഹു നീഡ് ദറ്റ് പ്രോഡക്റ്റ് അവർക്ക് ആ കമോഡിറ്റി കൺസ്യൂം ചെയ്യാം. അതല്ലാന്നാണെങ്കിൽ ചില പ്രോഡക്ട്സ് എന്താണ് വേറെ ഫേംസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അവരുടെ റോ മെറ്റീരിയൽസ് ആയിട്ട് അവർ ആ ഒരു പ്രോഡക്റ്റ് എന്താ പറയുക യൂസ് ചെയ്യും. അപ്പോൾ ഇറ്റ് ക്യാൻ ബി ഐദർ കൺസ്യൂംഡ് ബൈ കൺസ്യൂമേഴ്സ് ഓർ യൂസ്ഡ് ബൈ അതർ ഫേംസ് ഫോർ ഫർദർ പ്രൊഡക്ഷൻ. ഇപ്പം നമ്മൾ ഇപ്പോൾ റോ മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ പറയുക നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്തു. നമ്മളിപ്പോൾ ഒരു ടയർ പ്രൊഡ്യൂസ് ചെയ്തു. ടയർ കമ്പനിയാണ്. അപ്പോൾ നമുക്ക് റോ മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മൾ ടയർ പ്രൊഡ്യൂസ് ചെയ്തു. എഗെയിൻ ഈ ടയറാണ് എന്ത് കാർ മാനുഫാക്ചറിങ് കമ്പനീസ് അവരുടെ കാർ ഫൈനൽ ഔട്ട്പുട്ട് ആയിട്ടുള്ള കാറ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എഗെയിൻ ആ കാർ മാനുഫാക്ചറിങ് കമ്പനീനെ സംബന്ധിച്ച് എന്താണ് ടയർ ഒരു റോ മെറ്റീരിയൽ ആണ്. അവരുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കാറാണ്. ഇൻ ഓർഡർ ടു ക്രിയേറ്റ് കാർ ദേ ആർ യൂസിങ് ടയർ ആസ് എ പാർട്ട് ഓഫ് ഇറ്റ്. ഒരു പാർട്ടാണ്, കാറിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ എഗെയിൻ അതൊരു റോ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്തിട്ടാണ് ഫൈനൽ ഔട്ട്കം ആയിട്ടുള്ള കാർ വരുന്നത്. അപ്പോൾ റോ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ആദ്യം ടയർ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ ടയർ ഈസ് യൂസ്ഡ് ബൈ എഗെയിൻ അനദർ ഫോം ഫോർ ഫർദർ പ്രൊഡക്ഷൻ. അപ്പോൾ അങ്ങനത്തെ കേസസും ഉണ്ട്. അതല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂമേഴ്സ് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്ലോത്ത് ആണെങ്കിൽ ഡയറക്റ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എന്താ പറയുക റോ മെറ്റീരിയൽസ് വെച്ചിട്ട് ക്ലോത്ത് ക്രിയേറ്റ് ചെയ്യുന്നു. അത് ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂമേഴ്സ് യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ടിൻ്റെ കേസിൽ ഇങ്ങനെ 2 സ്റ്റേജസ് വരാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, ബേസിക്കലി ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് യൂസിങ് ഇൻപുട്സ് ആർ കോൾഡ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രോഡക്റ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് എന്താണ് നമ്മൾ ഇതിൻ്റെ എക്സാമ്പിളാണ് നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ടൈലർ യൂസിങ് സീയിങ് മെഷീൻ ക്ലോത്ത് ത്രെഡ് ആൻഡ് ഹിസ് ഓൺ ലേബർ ടു പ്രൊഡ്യൂസ് ഷർട്ട്. ഓക്കെ, അവർ ഫൈനൽ ആയിട്ടുള്ള ഔട്ട്കം ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഷർട്ട് ഈസ് ഡയറക്ട്ലി കൺസ്യൂംഡ് ബൈ ദി കൺസ്യൂമേഴ്സ്. ഓക്കെ, വേറെ ഫാമേഴ്സിൻ്റെ കേസിൽ എന്താണ് ഫാമേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള ലാൻഡ്, ലേബർ, ട്രാക്ടർ, സീഡ്, ഫെർട്ടിലൈസേഴ്സ്, വാട്ടർ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവർ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാണ്. എഗെയിൻ ഈ വീറ്റ് എന്താണ് ചിലപ്പോൾ ഡയറക്ട്ലി കൺസ്യൂമേഴ്സ് യൂസ് ചെയ്യും. അതല്ലാന്നാണെങ്കിൽ എഗെയിൻ ഈ വീറ്റ് ഈസ് യൂസ്ഡ് ബൈ അനദർ ഫോംസ് ഫോർ കൺവേർട്ടിങ് ഇൻ ടു ബ്രെഡോ അല്ലെങ്കിൽ കേക്കോ ഒക്കെ ആക്കാനായിട്ട് ഈ വീറ്റാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് ദ വീറ്റ് ഈസ് എഗെയിൻ യൂസ്ഡ് ബൈ അനദർ ഫോം. ഓക്കെ, ഫർദർ പ്രൊഡക്ഷന് വേണ്ടി അനദർ ഫോം ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഔട്ട്പുട്ടിൻ്റെ കേസിൽ പറയുന്നത്. അപ്പോൾ ഈ ഇൻപുട്ട് അക്വയർ ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന പേയ്മെൻറ്റിനെയാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇൻപുട്ട് അക്വയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇൻപുട്ട് ഇൻ ദ സെൻസ് എന്താണ് ക്ലോത്ത്, ത്രെഡ്, അതേപോലെ തന്നെ സ്വിങ് മെഷീൻ, ഇതെല്ലാം ഇൻപുട്സ് ആണ്. അപ്പോൾ ആ ഒരു ഇൻപുട്സ് നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ ഒരു കോസ്റ്റ് ഇൻകർ ചെയ്യണം. ഇപ്പോൾ സ്വിങ് മെഷീൻ വാങ്ങണം, ക്ലോത്ത് വാങ്ങണം, ത്രെഡ് വാങ്ങണം, ഇതിനെല്ലാം കോസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഇവിടുത്തെ ഫൈനൽ പ്രോഡക്റ്റ് എന്താണ് ഷർട്ടാണ്. അപ്പോൾ ഷർട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇൻപുട്സ് അക്വയർ ചെയ്യുന്നതിൻ്റെ പേരാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ അതിനുള്ള ഇൻപുട്സിൻ്റെ പേയ്മെൻറ്റിനെയാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് സെല്ല് ചെയ്തിട്ട് അതായത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടി, ആ ഔട്ട്പുട്ട് സെല്ല് ചെയ്തിട്ട് കിട്ടുന്ന ഒരു ഇൻകത്തിനെയാണ് അല്ലെങ്കിൽ ഏർണിങ്സിനെയാണ് നമ്മൾ റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഓരോ ടേംസ് ആണ്. So cost of production means payment for acquiring inputs. Cost of production means payment for acquiring inputs. And revenue എന്ന് പറയുന്നതാണ് earnings by selling output. നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വെച്ചിട്ട് നമ്മൾ ഇൻപുട്ട് വാങ്ങി ആ ഇൻപുട്ട് വെച്ചിട്ട് നമ്മൾ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്തു. ആൻഡ് വെൻ വി സെൽ ദിസ് ഔട്ട്പുട്ട് വി ഗെറ്റ് റവന്യൂ. അല്ല, നമ്മൾ ഈ ഔട്ട്പുട്ട് സെല് ചെയ്യുമ്പോഴേക്കും നമുക്ക് റവന്യൂ കിട്ടും. അതായത് നമ്മൾ പ്രൊഡ്യൂസേഴ്സ് ആണ്. ഇനി കൺസ്യൂമേഴ്സ് എന്നുള്ളൊരു ആസ്പെക്റ്റ് വിടുക, വി ആർ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ ആസ്പെക്റ്റിൽ നമ്മൾ ഇൻപുട്ട് വെച്ചിട്ട്
ഓരോ സാധനങ്ങൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു ആൻഡ് വി ഹാവ് ടു സെൽ ദിസ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സെൽ ദിസ് ഔട്ട്പുട്ട്. അപ്പോൾ ഔട്ട്പുട്ട് സെൽ ചെയ്യുമ്പോഴേക്കും വി വിൽ ബി ഗെറ്റിംഗ് റവന്യൂ. ആൻഡ് നമുക്ക് ഇൻക്രീസ് ചെയ്ത കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും നമുക്ക് സെൽ ചെയ്ത് കിട്ടിയേക്കുന്ന റവന്യൂ നമ്മൾ എന്താ പറയുക ഡിഡക്റ്റ് ചെയ്യുമ്പോഴാണ് വി ആർ ഗെറ്റിംഗ് ദി കോൺസെപ്റ്റ് ഓഫ് പ്രോഫിറ്റ്. ഓക്കെ, നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടിയെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം എങ്ങനെയാണ്? നമ്മൾ ഇൻക്രീസ് ചെയ്തേക്കുന്ന കോസ്റ്റും അതേപോലെ തന്നെ നമ്മൾ ഇൻക്രീസ് ചെയ്ത് വയ്ക്കുന്ന കോസ്റ്റ് വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് നമ്മൾ സെൽ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന റവന്യൂടെയും ഡിഫറൻസിനെയാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഫേമിനെ സംബന്ധിച്ച് എന്താണ് അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്? എന്താണ്? പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക. അതാണ് ഫേംസിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് കൺസ്യൂമേഴ്സിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യുക. നമ്മൾ എന്തായിരുന്നു കൺസ്യൂമേഴ്സ് പെർസ്പെക്റ്റീവിൽ നമ്മൾ ഇൻഡിഫറൻസ് കർവ് ഒക്കെ പറഞ്ഞപ്പോഴേക്കും നമ്മൾ പറഞ്ഞില്ലേ, അതായത് ഇൻഡിഫറൻസ് കർവിൻ്റെ മെയിൻ പർപ്പസ് എന്താണ്? മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഇൻഡിഫറൻസ് കർവ് തരുന്നത്. അപ്പോൾ ഹയർ ആൻഡ് ഹയർ ഇൻഡിഫറൻസ് കർവ് മോർ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ കൺസ്യൂമർ ഇക്വിലിബ്രിയം എത്തുന്നത് എങ്ങനെയാണ്? വെൻ കൺസ്യൂമർ റീച്ചസ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ വിത്ത് ഹിസ് ഗിവൺ ബഡ്ജറ്റ് ലൈൻ. അപ്പോൾ ആ ഒരു മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ആണ് കൺസ്യൂമേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ എന്താണ് ഫേംസ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് എന്താ പറയുക ഒബ്ജക്റ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്നത്. മെയിൻ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. ഓക്കെ, ഇത്രയും കുറച്ചധികം ടേംസ് നമ്മളിവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഫേംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻപുട്ട് എന്താണ്, ഔട്ട്പുട്ട് എന്താണ്, ആൻഡ് അത് റിലേറ്റഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, റവന്യൂ, പ്രോഫിറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ബേസ് എന്നുള്ള നിലയിൽ നമ്മൾ കവർ ചെയ്തേക്കുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് പ്രൊഡക്ഷൻ ഫങ്ഷൻ. പ്രൊഡക്ഷൻ ഫങ്ഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ഇൻപുട്ട് എന്താണെന്ന് കണ്ടു, ഔട്ട്പുട്ട് എന്താണെന്ന് കണ്ടു. ഓക്കെ, അപ്പോൾ ഈ ഇൻപുട്ടും ഫിസിക്കലായിട്ടുള്ള ഇൻപുട്ടും ഫിസിക്കലായിട്ടുള്ള ഔട്ട്പുട്ടും തമ്മിലുള്ള ഒരു ഫങ്ഷണൽ റിലേഷൻഷിപ്പിനെയാണ് പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻപുട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ ഈ ഇൻപുട്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും ഒരു ഫങ്ഷണൽ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദി ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിസിക്കൽ ഇൻപുട്സ് ആൻഡ് ഫിസിക്കൽ ഔട്ട്പുട്ട് ഈസ് കോൾഡ് പ്രൊഡക്ഷൻ ഫങ്ഷൻ. അപ്പോൾ ഇവിടെ we consider a firm that produces output using only two factors of production. ഓക്കെ, നമ്മളിവിടെ അസ്യൂം ചെയ്ത് നമ്മളിപ്പോൾ എന്താ പറയുക നമ്മുടെ തിയറിയുടെ എളുപ്പത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക നമ്മളിപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ അസ്യൂം ചെയ്തിരുന്നുണ്ട് രണ്ട് ഗുഡ്സ് മാത്രമേ ഇക്കോണമിയിലുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്തത്. ഗുഡ് വൺ ആൻഡ് ഗുഡ് ടു എന്ന് രണ്ട് ഗുഡ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേപോലെ പ്രൊഡ്യൂസേഴ്സ് ആസ്പെക്ട്സിൽ നമ്മൾ പറയുമ്പോഴേക്കും രണ്ട് ഔട്ട്പുട്ട് മാത്രമേ ഉള്ളൂ. അതായത് ഫേംസ് യൂസ് ചെയ്യുന്നത്, അതായത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് രണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മാത്രമാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദറ്റ് ഈസ് ലേബർ ആൻഡ് ക്യാപിറ്റൽ. ഈ രണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വെച്ചിട്ട് മാത്രമാണ് ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യണത്. ഓക്കെ, ലേബർ ആൻഡ് ക്യാപിറ്റൽ. അപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താ പറയണത്? മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ യൂസിങ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് ദീസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ സ്റ്റേറ്റ് ചെയ്യുന്നത്. അതായത് എത്രത്തോളം ഔട്ട്പുട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ ആ ഒരു മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ആൻഡ് കണ്ടീഷൻ എന്താണ്? ഈ മാക്സിമം ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യണത് വിത്ത് ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് ഈ രണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മാത്രം കൺസിഡർ ചെയ്തിട്ടാണ്. ലേബറും ക്യാപിറ്റലും. ഓക്കെ, ലേബർ എന്ന് പറയുമ്പോഴേക്കും മാൻ പവർ ആണ്, ക്യാപിറ്റൽ എന്ന് പറയുമ്പോഴേക്കും മെഷീൻസ്. ഓക്കെ, അപ്പോൾ ലേബറും മാൻ പവറും വെച്ചിട്ട് നമ്മൾ ഈ മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ മെയിൻലി പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ആ ഒരു പോയിന്റ് ആണ്. ഓക്കെ, ഇതിനെ നമ്മൾ ന്യൂ ഇക്വേഷൻ വൈസ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ Q ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് L ആൻഡ് K. ഓക്കെ, Q ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് Q എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ആണ്. ഔട്ട്പുട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആസ് എ ഫംഗ്ഷൻ ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ആയിട്ടാണ്. ഓക്കെ, ലേബർ ആൻഡ് ക്യാപിറ്റലിൻ്റെ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് ഔട്ട്പുട്ട് ഔട്ട്പുട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, ഈ പ്രൊഡക്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള അനദർ ഇമ്പോർട്ടൻറ്റ് കർവ് ആണ് ഐസോകോണ്ട് എന്ന് പറയുന്നത്. മറ്റേതെന്തായിരുന്നു? നമ്മുടെ കൺസ്യൂമർ റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കർവ് ആയിരുന്നു ഇൻഡിഫറൻസ് കർവ്.
അപ്പോൾ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് കൺസ്യൂമർ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഇൻഡിഫറൻസ് കർവ് വരയ്ക്കുന്നത്. പ്രൊഡ്യൂസേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കർവാണ് ഐസോകോണ്ട് എന്ന് പറയുന്നത്. ഐസോകോണ്ട്. ഓക്കെ, അതായത് it is the set of all possible combination of two inputs that yield same maximum possible level of output. മറ്റേത് എന്തായിരുന്നു? സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഐസോ കർവിലെ ഇൻഡിഫറൻസ് കർവിലെ ഓരോ പോയിന്റും എന്താണ്? സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനെ പ്രൊവൈഡ് ചെയ്യണത്. ഇവിടെ ഐസോകോണ്ടിൽ ഓരോ പോയിന്റും എന്താ പറയുന്നത്? മാക്സിമം ലെവൽ ഓഫ് സെയിം മാക്സിമം പോസിബിൾ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആണ്. ഐസോകോണ്ടിൽ ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്, ഒരു ഐസോകോണ്ടിൽ ഓരോ പോയിന്റും ഡെമോൺസ്ട്രേറ്റ് ചെയ്യണത് എന്താണ്? സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആണ്. ഓക്കെ, ആൻഡ് ഈ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യണത് എങ്ങനെയാണ്? ദ കോമ്പിനേഷൻ ഓഫ് ടു ഇൻപുട്സ്, അതായത് ലേബറും ക്യാപിറ്റലും വെച്ചിട്ട് നമ്മൾ എന്താ പറയുക, ഈ രണ്ട് ഇൻപുട്ടിനും വെച്ചിട്ട് നമ്മൾ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുവാണ്. അതാണ് ഐസോകോണ്ടിൻ്റെ പ്രത്യേകത. നമുക്ക് ഗ്രാഫ് കാണുമ്പോഴേക്കും കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. ഓക്കെ, അത് എക്സാക്ട്ലി സിമിലർ ടു നമ്മുടെ ഇൻഡിഫറൻസ് കർവ് മാത്രമാണ്. ഇവിടെ വ്യത്യാസം വന്നേക്കുന്നത് എന്താണ്? നമ്മുടെ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസിലെ നെയിമിങ്. അതായത് മറ്റിടത്ത് എന്താണ്? ഡിമാൻഡും പ്രൈസും ആണ്. ഇൻസ്റ്റെഡ് ഓഫ് ഡിമാൻഡ് ആൻഡ് പ്രൈസ് നമ്മളിവിടെ എന്താണ്? എക്സ് ആക്സിസിൽ ലേബറും വൈ ആക്സിസിൽ ക്യാപിറ്റലും ആണ്. ദ കർവ് ഈസ് സിമിലർ ടു ഇൻഡിഫറൻസ് കർവ്. വ്യത്യാസം എന്ന് പറയുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ഐ സി നമ്മളിവിടെ ക്യൂ ആണ് റെപ്രസെൻ്റ് ചെയ്യണം. ഒന്നെങ്കിൽ ഐ ക്യൂ എന്ന് പറയാം, അല്ലെങ്കിൽ Q1 Q2 Q3 എന്ന് പറഞ്ഞിട്ട് ഐസോകോണ്ടിൻ്റെ Q1 Q2 Q3 എന്ന് പറയാം. ഐ ക്യൂ അല്ലെങ്കിൽ ഐ സി എന്ന് പറഞ്ഞിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ഇത് സിമിലർലി, അതായത് ഇപ്പോൾ പറഞ്ഞത്, അതായത് ഇപ്പോൾ Q1 ഓരോ പോയിന്റും റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ നമുക്ക് ഈ ഒരു പോയിന്റ്, ഇപ്പോൾ ഈ ഒരു IQ1 ഒരു പോയിന്റ് ഉണ്ട്, സ്റ്റാർട്ടിങ്ങിൽ ഒരു പോയിന്റ് ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെയും ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഈ പോയിന്റ് എ ആൻഡ് പി വിൽ ഗീവ് സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആയിരിക്കും. ആൻഡ് IQ2യുടെ പ്രത്യേകത എന്താണ്? ഹയർ Q2 ആണ്, ഹയർ ഐസോകോണ്ട് ആണ്. അപ്പോൾ ഹയർ ഐസോകോണ്ട് വിൽ ഗീവ് ഹയർ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. Q3 എന്ന് പറയുന്നത് കുറച്ചും കൂടി ഹയർ ലെവൽ ഓഫ് ഐസോകോണ്ട് ആണ്. സോ കമ്പയർഡ് ടു Q1 ആൻഡ് Q2, Q3 എന്താണ്? മോർ ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഐസോകോൺസിൻ്റെ പ്രത്യേകത. ആൻഡ് നമ്മുടെ ഇൻഡിഫറൻസ് കർവ് മാപ്പ് പോലെ തന്നെ എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് ഐസോകോൺസ് ആർ നോൺ ആസ് ഐസോകോൺ മാപ്പ്. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് 3 IQs ആണുള്ളത്, അല്ലെങ്കിൽ Q1 Q2 3 എന്ന് പറഞ്ഞ് 3 ഐസോകോൺസ് ആണുള്ളത്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഐസോകോൺസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഐസോകോൺ മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രോപ്പർട്ടീസ് ഓഫ് ഐസോകോൺ. പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് വൺ, കോൺവെക്സ് ടു ഒറിജിൻ അല്ല, ഒറിജിനിൽ നിന്ന് കോൺവെക്സ് ഇൻ നേച്ചർ ആണ്. Then it is also sloping from left to right, downward sloping ആണ് from left to right, and two isocons will never intersect. നമ്മുടെ ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടീസ് പോലെ തന്നെ it won't intersect ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോൺഫ്ലിക്റ്റിംഗ് റിസൾട്ട് ആയിരിക്കും തരുന്നത്. സോ ടു ഐസോകോൺസ് won't intersect. അതേപോലെ തന്നെ ഹയർ ഐസോകോൺ റെപ്രസെന്റ് ഹയർ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. സെയിം ആസ് ഇൻഡിഫറൻസ് കർവ് തന്നെയാണ്, പക്ഷെ ആ ഐസേനിന് പകരം, ഇൻഡിഫറൻസ് കർവിന് പകരം വി ആർ റീപ്ലേസിങ് ഇറ്റ് ആസ് ഐസോകോൺ. ആൻഡ് സാറ്റിസ്ഫാക്ഷന് പകരം നമ്മൾ എന്താണ്? ഔട്ട്പുട്ട് ആണ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഐസോകോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് ഇത്രയും ഓർത്ത് വയ്ക്കുക ഐസോകോണ്ട് എന്താണ്. അപ്പോൾ നമ്മൾ ഫൈനലി നമ്മൾ പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം എത്തുമ്പോഴേക്കും നമ്മൾ എന്താണ്? ഈ ഐസോകോണ്ടിൻ്റെ ഹെൽപ്പൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊഡക്ഷൻ ആസ്പെക്ട്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ് ഈ ഐസോകോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഐസോകോണ്ട്. നൗ based on the period of time production is classified into two. ടൈം പീരീഡിൻ്റെ ബേസ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഷോർട്ട് റൺ പ്രൊഡക്ഷനും ലോങ് റൺ പ്രൊഡക്ഷനും, ഇങ്ങനെ രണ്ടായിട്ടാണ് ബേസ്ഡ് ഓൺ ടൈം പ്രൊഡക്ഷൻ ക്ലാസിഫൈ ചെയ്യുന്നത്. ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ പ്രൊഡക്ഷൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഷോർട്ട് റൺ എന്ന് പറയുമ്പോഴേക്കും ഇതിനകത്ത് ഫേംസ് എന്താണ് പറയുക, നമ്മൾ ഇൻപുട്സ് വെച്ചിട്ടാണ് പ്രൊഡക്ഷൻ നടത്തുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻ എ ഷോർട്ട് പീരീഡ് ഫേംസ് കനോട്ട് വേരി ഓൾ ഇൻപുട്സ്. എല്ലാ ഇൻപുട്സും നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല, ഷോർട്ട് പീരീഡ് ആണ്. അപ്പോൾ ഷോർട്ട് പീരീഡിൽ
only one factor is variable. ഒരു ഫാക്ടർ മാത്രമായിരിക്കും ചേഞ്ച് ചെയ്യണത്. ഓക്കെ, ഹിയർ firm can increase output by changing variable inputs. ഓക്കെ, അതായത് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യണത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വേരിയബിൾ ഇൻപുട്സിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോർട്ട് റൺ അനാലിസിസ് നടത്തുമ്പോഴേക്കും നമുക്ക് രണ്ട് ഫാക്ടേഴ്സ് ഉണ്ടാവും. അതായത് ഫിക്സഡ് ഫാക്ടേഴ്സ് ഉണ്ടാവും, വേരിയബിൾ ഫാക്ടേഴ്സും ഉണ്ടാവും. ഫിക്സഡ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴേക്കും അത് ചേഞ്ച് ചെയ്യത്തില്ല. ഓവർ ദി പ്രൊഡക്ഷൻ പീരീഡ് ആ ഫിക്സഡ് ഫാക്ടർ കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇരിക്കും. വേരിയബിൾ ഫാക്ടേഴ്സ് ചേഞ്ച് ചെയ്യും. ആ വേരിയബിൾ ഫാക്ടേഴ്സ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ട് ഔട്ട്പുട്ട് വിൽ ഓൾസോ വേരി. ഓക്കെ, ഇതാണ് ഷോർട്ട് റൺ പീരീഡിൻ്റെ പ്രത്യേകത, ഷോർട്ട് റൺ പ്രൊഡക്ഷൻ. ഓക്കെ, അതായത് എല്ലാ ഇൻപുട്സും വേരി ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ല, ബിക്കോസ് ഷോർട്ട് പീരീഡ് ആണ്. അപ്പോൾ എല്ലാ ഇൻപുട്സും വേരി ചെയ്യാനായിട്ട് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ്, നമുക്ക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ എന്നുള്ള ഇതിലാണ് നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലാൻഡ് നമുക്ക് ഒരു 4 years അല്ലെങ്കിൽ 5 ഇയേഴ്സിൻ്റെ ഗ്യാപ്പിൽ ലാൻഡിന് അധികം ചേഞ്ചസ് വരുന്നില്ല. സോ ലാൻഡ് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിർത്തും. വെറസ് എന്താ പറയുക, ലേബർ ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ ക്യാപിറ്റൽ ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴേക്കും നമ്മൾ ഏതെങ്കിലും ഒരു ഫാക്ടർ വേരിയിങ് ആയിട്ടും ഒരു ഫാക്ടർ ഫിക്സഡ് ആയിട്ടും വയ്ക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഷോർട്ട് റൺ അനാലിസിസ് നടത്തുന്നത്. അപ്പോൾ എന്താണ്, ഔട്ട്പുട്ട് വേരി ചെയ്യണം അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യണത് ബൈ ചേഞ്ചിങ് ദിസ് വേരിയബിൾ ഇൻപുട്ടാണ്. വേരിയബിൾ ഇൻപുട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടുകൊണ്ടാണ് നമ്മൾ ഔട്ട്പുട്ടിൽ ചേഞ്ച് വരുത്തുന്നത്. വെറസ് ലോങ് റണ്ണിൽ എന്താ പ്രത്യേകത, എല്ലാ ഫാക്ടേഴ്സും വേരിയബിൾ. ബിക്കോസ് ലോങ് റൺ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഇന്നഫ് ടൈം പീരീഡ് ഉണ്ട്. മേ ബി ഒരു 10 years ആവാം, 20 years ആവാം, ലോങ് പീരീഡ് ആണ്. അപ്പോൾ ആ ഒരു ലോങ് പീരീഡിൻ്റെ ടൈമിലോട്ട് എന്താ പറയുക, എല്ലാ കാര്യങ്ങളും ചേഞ്ച് ചെയ്യാം. ബിക്കോസ് നത്തിങ് ഈസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഒന്നും കോൺസ്റ്റൻ്റ് അല്ല. അപ്പോൾ എല്ലാം എന്താ പറയുക, ലോങ് പീരീഡിൽ ചേഞ്ച് ചെയ്യും. അതായത് ടൈം പീരീഡ് ഇസ് ഹിയർ ടൈം പീരീഡ് ഇസ് ഇന്നഫ് ടു ചേഞ്ച് ഓൾ ഫാക്ടേഴ്സ്. സോ ലോങ് പീരീഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴേക്കും അവിടെ ഫിക്സഡ് ഫാക്ടർ ഉണ്ടാവില്ല. ദർ ഇസ് നോ ഫിക്സഡ് ഫാക്ടർ ഇൻ ദി ലോങ് പീരീഡ്. അല്ലെങ്കിൽ ലോങ് റണ്ണിൽ ദർ ഇസ് നോ ഫിക്സഡ് ഫാക്ടർ. ഷോർട്ട് റണ്ണിൽ മാത്രമാണ് ഫിക്സഡ് ഫാക്ടറും വേരിയബിൾ ഫാക്ടറും എന്ന് പറഞ്ഞിട്ട് രണ്ട് ടൈപ്പ് ഓഫ് ഫാക്ടേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇനി കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ അങ്ങനത്തെ കുറച്ച് തിയററ്റിക്കൽ ആസ്പെക്റ്റ് നിങ്ങൾ പഠിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി, ഒരു ടാബുലർ വൈസ് ആയിട്ടുള്ള ഒരു ഇതുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വരുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി. ഇപ്പം ജസ്റ്റ് ഓർത്തിരിക്കുക, രണ്ട് ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ ആണ്, ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ. ഷോർട്ട് റണ്ണിൽ രണ്ട് ടൈപ്പ് ഓഫ് ഫാക്ടേഴ്സ് ഉണ്ടാവും, ഫിക്സഡ് വേരിയബിളും എന്താ പറയുക, ഫിക്സഡ് ഫാക്ടേഴ്സും വേരിയബിൾ ഫാക്ടേഴ്സും. ഇങ്ങനെ രണ്ട് ഫാക്ടേഴ്സാണ് ഷോർട്ട് റണ്ണിലുള്ളത്. ബിക്കോസ് ഷോർട്ട് റണ്ണിൽ എല്ലാ ഫാക്ടേഴ്സും വേരി ചെയ്യാനായിട്ടുള്ള ടൈം അവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ചില ഇൻപുട്സ് നമ്മളവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് വയ്ക്കും അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ട് വയ്ക്കും. വെറസ് ലോങ് റണ്ണിൽ എന്താണ്, ദർ ഇസ് ഇന്നഫ് ടൈം ടു ചേഞ്ച് എവറിത്തിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഫിക്സഡ് ഫാക്ടേഴ്സ് ഇല്ല, എല്ലാ ഇൻപുട്സും വേരിയിങ് ആയിരിക്കും. ഇതാണ് രണ്ട് ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യണത്. ഇനി അനദർ ഇമ്പോർട്ടൻറ്റ് ടേം ഇസ് TPP, APP and MPP. Okay, total physical product, average physical product and marginal physical product. ഈ മൂന്ന് ടേംസ്. ഓക്കെ, അതായത് ഈ TPP എന്ന് പറഞ്ഞാൽ എന്താണ്, it refers to the total volume of goods and services produced by a firm. ഒരു ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ വോളിയം ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിനെയാണ് TPP എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ ടോട്ടൽ ഫിസിക്കൽ ഔട്ട്പുട്ട് കറസ്പോണ്ടിങ് ടു ഈച്ച് സെറ്റ് ഓഫ് ഇൻപുട്സ്. അതായത് ഓരോ സെറ്റ് ഓഫ് ഇൻപുട്സിൽ നിന്ന് എത്രത്തോളം ടോട്ടൽ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ അതിനെയാണ് ടോട്ടൽ ഫിസിക്കൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ വോളിയം ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ഫേം. അവൈലബിൾ ആയിട്ടുള്ള ഇൻപുട്സ് അല്ലെങ്കിൽ ഈച്ച് സെറ്റ് ഓഫ് ഇൻപുട്സിൽ നിന്ന് ടോട്ടൽ ഔട്ട്പുട്ട് എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ അതിനാണ് TPP അല്ലെങ്കിൽ ടോട്ടൽ ഫിസിക്കൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെറുതെ സിംപ്ലി ടോട്ടൽ പ്രോഡക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ആവറേജ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആവറേജ് ഫിസിക്കൽ പ്രോഡക്റ്റ്. അതായത് ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് പെർ യൂണിറ്റ് ഓഫ് എ വേരിയബിൾ. അതായത് ഓരോ വേരിയബിളിൽ നിന്ന് നമുക്ക് എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ,
അതായത് TP/L, അതായത് it can be obtained by dividing the product by number of units of variable cost. വേരിയബിൾ കോസ്റ്റിൽ നിന്ന് നമുക്ക് എന്താ പറയുക, എത്രത്തോളം ടോട്ടൽ പ്രോഡക്റ്റിനെ നമ്മൾ വേരിയബിൾ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും കിട്ടുന്നതാണ് ആവറേജ് പ്രോഡക്റ്റ്. അതായത് പെർ യൂണിറ്റ് എത്രയാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, പ്രോഡക്റ്റ് പെർ യൂണിറ്റ് ഓഫ് വേരിയബിൾ ഫാക്ടർ. ഒരു വേരിയബിൾ ഫാക്ടറിൻ്റെ പെർ യൂണിറ്റ് പ്രൊഡക്ഷൻ എത്രയാണെന്നുള്ളതാണ്, ആവറേജ് പ്രോഡക്റ്റ് എത്രയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് നമ്മളൊരു ഫോർമുല യൂസ് ചെയ്യുന്നുണ്ട്, ആവറേജ് പ്രോഡക്റ്റ് AP = TP/L. നമുക്ക് TP ഓൾറെഡി ഉണ്ടാവും, ടോട്ടൽ പ്രോഡക്റ്റ് ഓൾറെഡി ഉണ്ടാവും, ആൻഡ് നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേരിയബിൾ ഫാക്ടറും ഉണ്ടാവും. അപ്പോൾ വേരിയബിൾ ഫാക്ടറിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്, വേരിയബിൾ ഫാക്ടറായിട്ട് നമ്മൾ ടോട്ടൽ പ്രോഡക്റ്റ് ഡിവൈഡ് ചെയ്യുകയാണ്. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആവറേജ് പ്രോഡക്റ്റ് എത്രയാണെന്നുള്ളത് കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾ ടാബുലറൈസ് ചെയ്യുമ്പോഴേക്കും, നിങ്ങൾ ടാബുലർ അല്ലെങ്കിൽ ഷെഡ്യൂൾ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. ജസ്റ്റ് കോൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കാം. ഓക്കെ, ടോട്ടൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ വോളിയൂം ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ബൈ എ ഫേം. AP എന്ന് പറയുന്നത് ആവറേജ് പ്രോഡക്റ്റ് ആണ്, അതായത് പെർ യൂണിറ്റ് പ്രൊഡക്ഷൻ ആണ്, അല്ലെങ്കിൽ പ്രോഡക്റ്റ് പെർ യൂണിറ്റ് ഓഫ് വേരിയബിൾ ഫാക്ടറിനെയാണ് AP എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മാർജിനൽ പ്രോഡക്റ്റ്. മാർജിനൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അതായത് അഡീഷൻ ടു ദി ടോട്ടൽ പ്രോഡക്റ്റ്. അതായത് ഒരു എക്സ്ട്രാ ഫാക്ടർ ഇൻപുട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് എത്ര അഡീഷണൽ ആയിട്ട് ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അഡീഷൻ ടു ദി എക്സിസ്റ്റിംഗ് ഔട്ട്പുട്ട്. ഓക്കെ, അതാണ് ഇൻ അഡീഷൻ ടു ദി ടോട്ടൽ പ്രോഡക്റ്റ് വെൻ വൺ മോർ യൂണിറ്റ് ഓഫ് ഫാക്ടർ ഇൻപുട്ട് ഈസ് യൂസ്ഡ് ആണ് മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ടോട്ടൽ പ്രോഡക്റ്റ് പെർ യൂണിറ്റ് ചേഞ്ച് ഇൻ വേരിയബിൾ ഫാക്ടർ. ഇത് നമ്മുടെ മാർജിനൽ, നമ്മളിപ്പോൾ നേരത്തെ നമ്മൾ എന്താ പറയുക, അഡീഷണൽ ഇതെന്ന് പറഞ്ഞില്ല, അഡീഷണൽ യൂണിറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ പല സ്ഥലത്തായിട്ട് നമ്മൾ മാർജിനൽ പ്രോഡക്റ്റ്, മാർജിനൽ കോസ്റ്റ്, അങ്ങനത്തെ കോൺസെപ്റ്റ് നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ്, അഡീഷൻ ടു ദി എക്സിസ്റ്റിംഗ് ഔട്ട്പുട്ട്, അല്ലെങ്കിൽ നമുക്ക് ടോട്ടൽ പ്രോഡക്റ്റിൽ നിന്ന് നമുക്ക് വൺ മോർ യൂണിറ്റ് അല്ലെങ്കിൽ വൺ മോർ വേരിയബിൾ ആഡ് ഓൺ ചെയ്യുമ്പോഴേക്കും നമുക്ക് എത്രയാണ് അഡീഷണൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്, എത്രയാണ് ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ കണ്ടുപിടിക്കണത് എങ്ങനെയാണ്, ഡെൽറ്റ TP/ΔL. അതായത് ടോട്ടൽ പ്രോഡക്റ്റിൽ എത്രത്തോളം ചേഞ്ച് വന്നു, വേരിയബിൾ ഫാക്ടർ അല്ലെങ്കിൽ വേരിയബിൾ ഇൻപുട്ട് നമ്മൾ എത്രത്തോളം ചേഞ്ച് ചെയ്തു, അത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മാർജിനൽ പ്രോഡക്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്കിപ്പോൾ കാണുമ്പോഴേക്കും കൺഫ്യൂസിങ് ആയിരിക്കും, പക്ഷേ അസൈൻമെൻറ്റ് നമ്മൾ ഒരു ന്യൂമറിക്കൽ അല്ലെങ്കിൽ ഒരു ടാബുലർ സൊല്യൂഷൻ ചെയ്യുമ്പോഴേക്കും നമുക്ക് ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് കോൺസെപ്റ്റ് നോക്കുക, ടോട്ടൽ പ്രോഡക്റ്റ്, ആവറേജ് പ്രോഡക്റ്റ് ആൻഡ് മാർജിനൽ പ്രോഡക്റ്റ്. ടോട്ടൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ വോളിയൂം ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. ആവറേജ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് പെർ യൂണിറ്റ് ഓഫ് വേരിയബിൾ ഫാക്ടർ ആണ്. ആൻഡ് മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അഡീഷൻ ടു ദി ടോട്ടൽ പ്രോഡക്റ്റ്, അതായത് എക്സ്ട്രാ വൺ മോർ യൂണിറ്റ് അല്ലെങ്കിൽ വൺ മോർ വേരിയബിൾ ഫാക്ടർ വെച്ചിട്ട് നമ്മൾ ടോട്ടൽ പ്രോഡക്റ്റ് എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോഴേക്കും ആ ടോട്ടൽ പ്രോഡക്റ്റ് എത്രത്തോളം ചേഞ്ച് വന്നു, അല്ലേ, എത്രത്തോളം ടോട്ടൽ പ്രോഡക്റ്റ് ചേഞ്ച് ആയി, അതാണ് നമ്മൾ മാർജിനൽ പ്രോഡക്റ്റ് കൊണ്ടിട്ട് ഉദ്ദേശിക്കുന്നത്. മാർജിനൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ്. രണ്ടിൻ്റെയും ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. MP എന്ന് പറയുന്നത് ഡെൽറ്റ TP/L, whereas ആവറേജ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ചേഞ്ച് ഇല്ലാണ്ട് ജസ്റ്റ് TP/L. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഇന്നിപ്പോൾ മേജർ കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്. നൗ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് കുറച്ചും കൂടി ഈ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ലെവലിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നോക്കാം. സോ ഫർ താങ്ക് യു.